ഹേ ഗൈസ്, ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു രാത്രികത്തെയും അതേപോലെ തന്നെ പിറ്റേന്ന് രാവിലത്തെ ഏകദേശം ഒരു 8 മണി വരെയുള്ള, അതായത് ഒരു NSS ക്യാമ്പിലെ വീഡിയോസാണ് കാണാൻ പോണത്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ എല്ലാ ഭാഗവും അടുപ്പിച്ച് ആ ഒരു രൂപത്തിലേക്കല്ല ഞാൻ ഇട്ടത്. അതായത് ഓരോന്നിൻ്റെയും ഭാഗങ്ങൾ കട്ട് കാരണം ഞാൻ അന്ന് എടുത്തപ്പോൾ, അതായത് ഞാൻ ഇപ്പം ഇന്ന് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ്, അപ്പം അത് ഞാൻ കോളേജിലുള്ള സമയത്ത്, അതായത് ഏകദേശം 5-6 മാസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോസാണ്. അപ്പം അത് ഇപ്പം എനിക്ക് ഇടണം തോന്നി, അങ്ങനെ ഞാൻ ഇടാണ്. അപ്പം അതിൽ പ്രത്യേകത എന്താ വെച്ചിരിക്കണം, ഒന്നാമത് അത് MES കോളേജിൽ ഷാഫി സാർ അണ്ടറിലുള്ള ഒരു NSS ക്യാമ്പാണ്. അപ്പം അത് മൊത്തം വീഡിയോസ് ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇടണില്ല, ഓരോ പാട്ട് പാടുക. കാരണം ഇപ്പം തന്നെ അത് 20 മിനിറ്റോളം ഉണ്ട്. അപ്പം ആ 20 മിനിറ്റോളമുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതും ഭാഗം കട്ട് ചെയ്തിട്ട് തന്നെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇട്ടത്. അപ്പം എന്താ പറയുക, ഈ വീഡിയോക്ക് ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്കൊരു തുടക്കം ഒരു അവസാനം നിങ്ങൾക്ക് ഇതിൽ കിട്ടൂല. കാരണം അത്രക്കും എന്താ പറയുക, ഒരു ഇതാണ് ഈ വീഡിയോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഓരോ ഭാഗം കട്ട് ചെയ്തിട്ട്. ആ ഒരു വീഡിയോ ആണ്. ഇടയിൽ പലതും നടക്കുന്നുണ്ട്. കാരണം NSS ക്യാമ്പാണ്. ക്യാമ്പിൻ്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത് NSS ക്യാമ്പിൽ പങ്കെടുത്തവർക്കറിയാം. പ്രത്യേകിച്ച് ഷാഫി സാർ അണ്ടറുള്ള ക്യാമ്പ് എന്നൊക്കെ പറയുമ്പം അത് വേറെ തന്നെയാണ്. വീഡിയോയിലേക്ക് പോകാം. അല്ല, ഇതാണ് പ്രധാന റോള്. കട്ട് തന്നു, പുളി കട്ട് തന്നു. ചോറോ ഞാൻ പോവാ, എനിക്ക് പുളി തരുന്നില്ല. ജയിലിൽ കാണാൻ വന്നതാണ് ഇവരെന്നാണ് പറയുന്നത്. എനിക്ക് ലേശം തരുമോ പുളി? ലേശം വേണ്ട, ജയിലെ ബാത്റൂം പോരാ. അങ്ങനെ കുടിക്കാണെങ്കിൽ പോവല്ലേ പറയാ. രാവിലെ വരപ്പോ എങ്ങനെങ്കിലും ഒപ്പിക്കുക. നല്ല പുളിയുണ്ട്. പുളിക്ക് പിന്നെ പേടിച്ചു പോയോ? പോരേ പോയില്ലേ? വീഡിയോ എന്താ പറയാനുള്ളത് പറഞ്ഞല്ലോ. വെൽക്കം ബാക്ക് ടു ഹിസ് ചാനൽ ഫിഷിംഗ് ബ്രീക്സ് അല്ല മീഡിയ. വളരെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങളുടെ ഫോണ് പാസ്വേഡ് കൊടുത്താൽ ഇവൻ ഹാക്ക് ചെയ്ത് തരുന്നതാണ്. ബന്ധപ്പെടുക. ഫോൺ ഹാക്ക് ചെയ്തിട്ട് ഈ ചാനൽ മെച്ചപ്പെടുത്തുന്നതാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മളെ പ്രൈവസി ആണ് ചോർത്തപ്പെടുന്നത്. വില തുച്ഛം ഗുണം മെച്ചം. വില തുച്ഛം ഗുണം മെച്ചം. ഹാക്ക് ചെയ്യേണ്ടവർ അനസുമായി ബന്ധപ്പെടുക. ടെക്കി അനസ് ടെക്കി. എനിക്ക് വെല്ലുവിളിയായിട്ട് ഇന്ന് നമുക്ക് ഈ ഒരു ദിവസത്തെ അത് നൈറ്റ് ലൈഫ് നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാണ്. എന്താ എൻജോയ് ചെയ്യണേ എനിക്ക് മനസ്സിലാവുന്നില്ല. യൂട്യൂബ് ചാനൽ അടുത്തൊരു വ്ളോഗറാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി വ്ളോഗറാണ്. ഞാൻ കുറച്ച് ഫേമസ് ആണ്. പേര് വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല.
അപ്പം ഇന്ന് വൈകുന്നേരമാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ 2 ദിവസം മുമ്പ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നാണ് ഇവിടെ എത്തിയത്. അപ്പം ഷാഫി പുൽപ്പാറ എന്ന മഹാനവറുടെ ക്യാമ്പിലേക്കാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം അതായത് സെക്കൻഡ് ഇയേഴ്സിൻ്റെ ക്യാമ്പാണ്, നമ്മൾ 3rd ഇയേഴ്സ് ആകുമ്പോൾ. അപ്പം 3rd ഇയേഴ്സായി ഞങ്ങൾ ഇങ്ങോട്ട് ക്യാമ്പിലേക്ക് വന്നതാണ്. അപ്പം സെക്കൻഡ് ഇയേഴ്സിൻ്റെ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ അതായത് ഷാഫി സാർ ക്യാമ്പ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചത്. ഇപ്പോൾ നൈറ്റാണ്, കാരണം ഞാൻ രാത്രിയാണ് ഇവിടെ എത്തിയത്. 2 ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഇന്ന് ഞങ്ങൾ ഈ 4 ആൾക്കാരെ വീഡിയോ ആയിരിക്കും ഗൈസ് വരാൻ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ മീൻ. ഇതാണ് ലൈറ്റ്നിങ് മാൻ റിനൂഫ്. ഇതാണ് അക്ഷയ് വിത്ത് ഓൾ ഇൻ ഓൾ. അക്ഷയ് വെരി ഹോട്ട് ആയതുകൊണ്ട് 24 മണിക്കൂർ മുളകും കൊണ്ടാ നടക്കല്. ഹോട്ട് അക്ഷയ് ഹോട്ട്. അതെ, ഇതാണ് അടുത്ത യൂട്യൂബ് ചാനലിന്റെ ഉടമയായ ഇവിടെ ഒരു ഭരതനാട്യം എന്തോ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓരോരോ വീഡിയോ ആണ്. അപ്പം പുൽപ്പാറ എന്ന് പറഞ്ഞ മഹാനവറുകൾ അവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താവും എന്തോ. പിന്നെ സെക്കൻഡ് ഇയേഴ്സിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യാന്ന് പറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാന്ന് പറയുമ്പോൾ അത് അവരുടെ പ്രൈവസിന്, അതായത് അവിടെ നടക്കുന്ന പ്രോഗ്രാം കാണിക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ അത്ര എളുപ്പമല്ല. കാരണം അവിടെ ഫുള്ളും പാട്ടിച്ചുള്ള കളിയാണ്. അപ്പോൾ കോപ്പിറൈറ്റ് 100% ഉറപ്പാണ്. അപ്പം അതാണ് അവിടേക്ക് ഓരോ പുറത്ത് അവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അവിടെ പീ എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാവും. ഗൈസ് ഇവിടെ കുംഫും കരാട്ടിയും പഠിപ്പിച്ചെടുക്കാണ്. ഗൈസ് ഇതിൻ്റെ നോക്കണതിന് പിരി ഇളകിയതാണ്. കരാട്ട പഠിച്ചില്ല. ഇതെന്താ കരാട്ട കുംഫോ? നമ്പർ 1, 2, 3 ഇതൊക്കെയാണ് 3 മെയിനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോട്ടെ അവിടെ യുദ്ധം ഡാൻസ് പ്രിപ്പറേഷൻ നാളത്തെ ചാനലിൽ കാണാം. ഓർമ്മകൾ. അതാ അടുത്ത സെക്കൻഡ് മെയിൻ വന്നിരിക്കുന്നു. സെക്കൻഡ് മെയിൻ ഇപ്പം ഞങ്ങള് 1, 2, 3, 4, 5, 6 അങ്ങനെ 6 എളാടൻ ബ്ലോഗ്സ് എളാടൻ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. സ്പെല്ലിംഗ് ആണ് എടുത്തത്, തെറ്റിപ്പോയി. LAADAN. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ. അതോ വേണ്ട, ചാനൽ അടിച്ചു. അങ്ങനൊക്കെയാണ് കഴിച്ച ഇവിടെ അവസ്ഥ. ഇതാണ് കിച്ചണിലെ ഒരു രാത്രികത്തെ അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകെ പണിയെടുക്കുന്ന വൃത്തിക്ക് എടുക്കുന്ന ഒരാളെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്ന് ഞാൻ പറയും. വിളിയുണ്ടില്ല വിളി വന്നു ഗൈസ്. കോപ്പിറൈറ്റിനുള്ള പാട്ട് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ബ്ലോഗോട് അവസാനിപ്പിക്കുകയാണ്. ഇതാണ് നമ്മളെ കിച്ചൺ എന്ന് പറയുന്നത്. കിച്ചൺ പോലെയാണ്. കുറേ
ആട്ടുണ്ട്. മെയിൻ വൺ ഇങ്ങനെ പോയി ബേബി. ഇങ്ങനെ മേ മാറി അടുത്ത വ്ളോഗ് വരുന്നു. നമ്മുടെ സീനിയേഴ്സിന്റെ പറയും. ഇതാണ് സ്വല. മുളകിടാൻ പോകുന്നു. ചേട്ടാ നല്ല സ്മെല്ല്. സാമ്പാർ മസാല ഇടാത്തെന്തോ മസാല ഉണ്ട്. ഇടാത്തെന്തോ മസാല ഉണ്ടോ? സാമ്പാറിന്റെ അതെ ബാത്റൂമിൽ വെള്ളമല്ല കേട്ടോ. മല്ലി, പുതിന, കറിവേപ്പില, കുറ്റിയാടി കോളേജിലെ സെക്രട്ടറി ആയിരുന്ന ആയിക്കൊണ്ടിരിക്കുന്ന പിന്നെ കേരളത്തിലെ NSS വോളണ്ടിയർമാരുടെ രോമാഞ്ചകഞ്ചുകമായ അറിയപ്പെടുന്ന നേതൃത്വം. കറി ആരുണ്ടാക്കിയത്? വെള്ളത്തിന് കൂടിയില്ല, അപ്പൊ മാറ്റിക്കോട്ടെ. എല്ലാരും പറയുന്നത് അടിപൊളിയാണെന്നാണ്. എമ്മി സാധനം പറഞ്ഞില്ലെങ്കിൽ രാത്രിത്തെ ഫുഡ് കിട്ടില്ല. ഈ ഉരുളങ്ങ ഭയങ്കര ജ്യൂസിയാണ്. ഞാൻ തട്ടണ്ട, മൂടിയോടെ വെച്ച് അങ്ങനെ ചിക്കൻ മസാല ഇട്ടണല്ലേ? ചിക്കന്റെ മസാല ഞങ്ങനെ പറഞ്ഞില്ലെങ്കിൽ രാത്രിത്തെ ഫുഡും കിട്ടൂല. ഞങ്ങളെ കുറിച്ചാണ് ഇപ്പൊ അഭിമാനം തോന്നുന്ന. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വരണം. ഏകദേശം സെയിമാണ്. എല്ലാ ബ്ലോഗും മുടങ്ങാതെ കാണുന്നുണ്ട്. ഫോട്ടോഷൂട്ടിന് വിരാമം കുറിക്കുന്നു. പിന്നെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതേപോലെ നമ്മളെ ക്യാമ്പിലേക്ക് വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും സന്തോഷമുള്ള ഒരു സമയം. ഒന്ന് മാറ്റിയെടുക്കുന്നു. ഇവരെ ഒരാൾ ഒഴികെ ആരെയും ഞാൻ അടച്ചിട്ട ക്ലാസ് റൂമിൽ സിലബസ് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ആ സിലബസ് പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഇപ്പൊ മോശം നല്ലതാ പറയാം. സ്നേഹിക്കുന്ന കുട്ടികളാണ്, കാണാൻ വലിയ സന്തോഷം. അതിന്റെ പേര് വരും. എന്റെ പേര് അഭിനന്ദ്. ഞാൻ ഗുരുവായൂരപ്പൻ കോളേജിലായിരുന്നു പഠിച്ചത്. പഴയ സെക്രട്ടറിയാണ്. സെക്രട്ടറി സിദാൻ AVH മേപ്പയൂരിന്റെ പഴയ സെക്രട്ടറിയാണ്. യാസർ ഈശ്വർ സുന്നി അറബി കോളേജിന്റെ മുൻ സെക്രട്ടറിയാണ്. സ്വല MES കോളേജിലെ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി.
AW സ്കൂളിലെ കല്ലായിലെ മുൻ വളണ്ടർ സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പിലേക്ക് ഒരു എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൽ വലിയ സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്. ബൈ ബൈ. ബെല്ലൈക്കൺ പിന്നെ പാത്രം ഒരാൾ ഫുഡ് കഴിച്ചതിന് അയാൾക്ക് വീണ്ടും ചോറ് ആവശ്യമുണ്ട്, വീണ്ടും വെള്ളം ആവശ്യമുണ്ട്. അപ്പൊ 2-3 പ്രാവശ്യം റൗണ്ട് അടിക്കണം. ഞാൻ എത്ര പ്രാവശ്യം റൗണ്ട് അടിച്ചത് സഫാനാണ്. എത്രയോ പ്രാവശ്യം റൗണ്ട് അടിച്ച ഞാൻ ഇന്നലെ ഞാനും ഉണ്ടായിരുന്നു. എനിക്ക് മാത്രം സാറ് ചോറിന്റെ ഞാൻ തിന്നാ ഞാൻ വരും തൊട്ട് ഞാൻ പ്ലേറ്റ് ഇന്റെ പ്ലേറ്റാ കൊടുത്ത് എന്റെ പ്ലേറ്റ് ഞാൻ കൊണ്ടുപോയി ശരിയാ ഞാൻ എന്റെ പ്ലേറ്റ് ഞാൻ കൊണ്ടുപോയി അതിനുശേഷം അവിടെ കാര്യം സമീപനം പാലിക്കുന്നത്. അനന്തമന്ത്രി മൈക്ക് വയ്ക്കൂ. ഷാബിൽ കൊടുത്തില്ല ഞാൻ പറയില്ല. ഷാബിൽ കൊടുത്തിട്ടുണ്ട്, സവാസ് കൊടുത്തിട്ടുണ്ട്, സഫ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തത് ഫസ്റ്റ് തന്നെ പറഞ്ഞ മാതിരി സാധാ നമ്മൾ കഴിക്കുന്ന കാലത്ത് അത് കൊടുത്തു വയ്ക്കും. പക്ഷെ അങ്ങനെ പറ്റില്ല. ഒരു ഗസ്റ്റിന് കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ കൊടുക്കാമല്ലോ. ഒരാൾ കണ്ടപ്പോൾ അങ്ങനെ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് സംഭവം എന്ന് വെച്ചാല് മറ്റത്തിലുണ്ടായിരുന്നു. സോ എന്താ ഇത് പറയാത്ത നമ്മൾ പിന്നെ വിളിക്കുന്ന നിത്യ 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 പിന്നെ അടുത്തതായിട്ട് എന്താ വെച്ചാല് അഭിരാമിന്റെ ഭരതനാട്യം. അപ്പൊ ഒന്ന് പ്രിപ്പയർ ആയിരിക്കണേ, സോങ് സെറ്റ് ചെയ്യണേ. ഹലോ ഗൈസ്, അപ്പം ഗുഡ് മോർണിംഗ് ഗൈസ്. പോയോ രാവിലെ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റുസാർ മീഡിയ. സോ ഗൈസ്, ഇന്ന് എത്രയാണ് അക്ഷയ് ഡേറ്റ് അല്ല, ക്യാമ്പ് എത്രാമത്തെ ദിവസം? 4ാമത്തെ ദിവസം, ഡേ 4 ആണെന്ന്. അപ്പം ഞാൻ ഇന്നലെയാണ് ഇവിടെ ലാൻഡ് ചെയ്തത്. ഇന്നലത്തെ രാത്രിക്കത്തെ ചെറിയൊരു വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ സമയം 6:48. ഈ 6:48 മുതൽ ഇന്ന് രാത്രി 1 മണി 3 മണി വരെയുള്ള വ്ളോഗാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഗൈസ്, ഇവരൊക്കെ വീണ്ടും പരിചയപ്പെടുത്തി തരാം. ഇതാണ് അക്ഷയ്, ഇതാണ് റിനോഫ്, അപ്പോൾ ഇതാണ് ഗേൾസിൻ്റെ മാലാഖയായ സലാഷിർ. ഇപ്പൊ രാവിലെ നേരത്തെ ഈറ്റങ്ങൾ വന്നിട്ട് 5:30 വിളിക്കാൻ തുടങ്ങി. ഉറങ്ങിയിട്ടില്ല സുഹൃത്തുക്കളെ. ഇവർ ഇറങ്ങാത്ത ദേശം ഞങ്ങളോടും തീർത്ത്. ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഫിസിക്കൽ ട്രെയിനിങ് ആണ്. കണ്ടില്ലേ? ഇതാണ് ക്യാമ്പിലെ കാക്ക പറക്കുന്നുണ്ട്. സമയത്താണ് നമ്മൾ റിനൂഫ്, സലാഷിർ, അക്ഷയ് കിടന്നുറങ്ങാൻ പോകുന്നത്. ഗുഡ് നൈറ്റ് എടാ, ഗുഡ് നൈറ്റ്. അവിടെ ഒരു ടെൻ്റ് ഉണ്ട്. ആ ടെൻ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ 4 ആളും കടന്നുറങ്ങുന്നത്. പക്ഷെ എന്നാലൊരു പെട്ടെന്നൊരു എമർജൻസി കേസ് ഉണ്ടായതുകൊണ്ട് ഈറ്റങ്ങളൊക്കെ അതപ്പം എത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടോ, നമ്മളേറെ നമ്മൾ നോക്കണല്ലോ. ചാർലി NSSന്റെ സെക്രട്ടറി ഒക്കെ എണീച്ചിട്ടുള്ളൂ. ഗുഡ് മോർണിംഗ്. സോറി, ഇപ്പം കിടന്നിട്ടുള്ളൂ. അന്നേരം രാത്രി ഫുൾ പരിപാടിയിലായി. ഉറങ്ങാമെന്നാണ് ആരും പറഞ്ഞില്ല, പക്ഷെ രാവിലെ എല്ലാവരും ഉറങ്ങും.
അവിടെ ഒരു ഗുഡ് നൈറ്റ്. കാരണം ഓലൊക്കെ എത്തിയിട്ടുള്ളൂ. ഇനി ഇതുവരെ ഓരോ പ്രോഗ്രാമിലായിരുന്നു അവർ. ഇങ്ങനെ ഉറങ്ങാണ്ട് പറയും പറഞ്ഞിട്ടിരിക്കുന്നത് രാവിലെ ഒന്ന് ഉറങ്ങും ചെയ്യും. അപ്പോൾ അതാണ് കാര്യങ്ങൾ.